മോളെ, ഞാനൊരാഗ്രഹം പറഞ്ഞാലേ അതും കൂടി നീ എനിക്ക് സാധിച്ചു തരുമോ? എന്റെ മോളെ കൊണ്ട് എന്നെ അപ്പച്ചാന്ന് വിളിപ്പിച്ചരാവോ? അവൾ അപ്പച്ചാന്ന് വിളിക്കുന്ന കേൾക്കാൻ വേണ്ടി എത്രയോ കാലമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? അവളെ കൊണ്ട് അപ്പച്ചാന്നൊന്ന് വിളിപ്പിക്കോ? മക്കളെ കൊണ്ട് അപ്പച്ചനെ അപ്പച്ചാന്ന് പറഞ്ഞു വിളിപ്പിക്കുകയാണോ വേണ്ടത്? അതവര് തനിയായിട്ട് വിളിക്കല്ലേ വേണ്ടത്? അപ്പനോട് മക്കൾക്ക് സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് അവരാരും നിർബന്ധിക്കാതെ തന്നെ വിളിച്ചോളും. നിമ്മി നിങ്ങളെ അങ്ങനെ വിളിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളോട് അവൾക്ക് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയുന്നില്ലെന്നാ. ഞാൻ വേണമെങ്കിൽ നിമ്മിയോട് പറയാം നിങ്ങളെ അപ്പച്ചാന്ന് വിളിക്കാൻ. ഞാൻ നിർബന്ധിച്ചിട്ട് അവൾ അപ്പച്ചാന്ന് വിളിച്ചാലും ആ വിളിയില് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉള്ളില് സ്നേഹമൊന്നുമില്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി അപ്പച്ചാന്ന് വിളിച്ചിട്ട് അതീന്ന് നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടും? നീ പറഞ്ഞത് നേരാ. വേണ്ട, അങ്ങനെ പറഞ്ഞു വിളിപ്പിക്കണ്ട. ജീവിതത്തിൽ ഞാൻ അവൾക്ക് സന്തോഷം കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവൾ എന്നെ അപ്പച്ചാന്ന് വിളിക്കും? ഞാൻ ദുഷ്ടം തന്നെയാ. ഈ ജന്മം എന്റെ മോളെന്നെ അപ്പച്ചാന്ന് വിളിക്കണ്ട. വിളിക്കണ്ട. ബലരാമ, അന്ന് ഞാനൊരു മധ്യസ്ഥനായിട്ടാണ് ഇവിടെ വന്നത്. ബലരാമനെയും സിദ്ധാർത്ഥനും തമ്മിൽ യോജിപ്പിക്കാൻ വന്ന മധ്യസ്ഥൻ. ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് താനൊന്ന് പറയുകയും ചെയ്തു. ഞാനൊരു ന്യായാധിപൻ കൂടിയല്ലേ. അന്യായം കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. താനിന്ന് സിദ്ധാർത്ഥനോട് കാണിച്ചത് അതൊരു കടന്ന കൈയായി പോയില്ലേടോ. സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ച് അയാളുടെ വീടിന് കല്ലെറിയാൻ ശ്രമിക്കുക. അതിലെന്ത് ന്യായമാ തനിക്ക് പറയാനുള്ളത്? എന്റെ ന്യായം ഹരിയേട്ടന് അന്യായമായി തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു ചുക്കൂല്ല. നീതി ദേവത കണ്ണുകെട്ടിയാ നിൽക്കുന്നേ. ഹരിയേട്ടൻ കൂട്ടുകാരൻ ചെയ്യുന്നതിനൊക്കെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു ജഡ്ജിയാ. അതുകൊണ്ട് എന്റെ ലക്ഷ്യങ്ങളെയും മാർഗങ്ങളെയും കുറിച്ച് ക്ലാസ് എടുക്കാൻ ഹരിയേട്ടൻ മുതിരണ്ട. ആയിക്കോട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.